ബീഹാറിൽ NDA മുന്നേറ്റത്തിന് പിന്നിൽ നിരവധി ഘടകങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, സ്ത്രീകളുടെ വോട്ട്, പാവപ്പെട്ടവരുടെ, കൃഷിക്കാരുടെ, ഇവരുടെ എല്ലാം വോട്ട് സമാഹരിക്കാനായിട്ട് സാധിച്ചു. ഇതിനപ്പുറം ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്ന വോട്ടുകളിലൊക്കെ തന്നെ മാറ്റം സംഭവിച്ചുകൊണ്ട്, അതായത് മുസ്ലിം മേഖലകളിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം മലബാർ മേഖലകളിലെ BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. കാര്യം അവർക്കവിടെ കെട്ടിവെച്ച തുക പോലും കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ബീഹാറിൽ ഇങ്ങനെ ഒരു മാറ്റം കണ്ടിരിക്കുന്നത്. ഇത് BJP പുതിയ ഒരു മുഖത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ശുഭ സൂചനയാണോ ഇത്? തീർച്ചയായിട്ടും ഒരു പുതിയൊരു മുഖത്തിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ ചിന്താഗതി മാറുന്നതിൻ്റെ സൂചനയും കൂടിയാണ്. കാരണം നിങ്ങൾക്ക് ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പറ്റിക്കാം, പക്ഷേ സ്ഥിരമായി ഒരാളെ പറ്റിക്കാൻ പറ്റില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ, ഏതാണ്ട് അത് മുസ്ലിങ്ങൾ മനസ്സിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ബീഹാറിൽ 17.7% മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ. അതായത് ഒരു ബുദ്ധിമുട്ടില്ല, കുറേ ആളുകൾ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അത്ര ജനസംഖ്യ അവർക്കുണ്ട്. മാത്രമല്ല ഇവരുടെ ഒരു പ്രത്യേകത അറിയാമല്ലോ, നമ്മുടെ മലപ്പുറം പോലെ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് മുസ്ലിങ്ങൾ കൂടുതൽ. അവർ സ്കാറ്റർ ചെയ്ത് ഒരിക്കലും ജീവിക്കില്ല മറ്റ് ജനസമുദായങ്ങളെ പോലെ. മുസ്ലിം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തായിരിക്കും അവർ തിങ്ങിപ്പാർക്കുക. മലപ്പുറം ജില്ല നമുക്ക് ഉദാഹരണമായിട്ട് കേരളത്തിൻ്റെ കാര്യത്തിലെടുക്കുക. ഇതുപോലെ ചില പ്രത്യേക സ്ഥലങ്ങൾ, ഇപ്പോൾ സീമാഞ്ചൽ പോലുള്ള ഏരിയ ആണ് ബീഹാറിൽ മുസ്ലിം ഏറ്റവും ഉള്ള സീമാഞ്ചൽ ഏരിയ. ആ സീമാഞ്ചൽ ഏരിയയിൽ ഉള്ള പല മണ്ഡലങ്ങളിലും 40% മേലെ മുസ്ലിങ്ങളാണ്, മുസ്ലിം പോപ്പുലേഷനാണ്. അപ്പോൾ അവിടങ്ങളിൽ JDUവിൻ്റെയും BJPയുടെയും സ്ഥാനാർത്ഥി ജയിച്ചു വന്നിരിക്കുന്നു. ഇത് ഒരു അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം BJPക്ക് തന്നെ അത്ഭുതമാണ്. കാരണം ഇവരിൽ നിന്ന് ഇത്തരത്തിൽ വലിയൊരു വോട്ട് ഷെയർ NDAയുടെ ഭാഗത്തേക്ക് വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരൊറ്റ ക്യാൻഡിഡേറ്റിനെ പോലും BJP മുസ്ലിം ക്യാൻഡിഡേറ്റ് നിർത്തിയിട്ടില്ല അവരുടെ മത്സര രംഗത്ത്. JDU 2 സ്ഥാനാർത്ഥികൾക്ക് 2-4 സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗ് മത്സരിപ്പിച്ചിരുന്നു. അല്ലാതെ വലിയ തോതിലുള്ള മുസ്ലിം പ്രകടനത്തിനോ ഒന്നിനും അവർ പോയില്ല. മറിച്ച് ജനാധിപത്യ രീതിയിലൂടെ മത്സരിച്ചു. ആ മത്സരത്തിൻ്റെ ഫലം വന്നപ്പോൾ നമ്മൾ കാണുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ 202 സീറ്റിലേക്ക് NDA വിജയിച്ചു. ആ 202 സീറ്റിൽ വലിയൊരു വിഭാഗം സീറ്റുകളെന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ വോട്ടും കൂടി കൊണ്ടാണ് NDA ജയിച്ചു എന്നത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഈ ഒരു പുതിയ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കശ്മീരിൽ നമ്മൾ ഒരു കാലത്ത് കണ്ടതാണ് BJP ഉണ്ടാക്കിയൊരു കൂട്ടുകെട്ടെന്ന് പറയുന്നത്. അതെ, ഇതുപോലെ മുസ്ലിം മേഖലകളിലേക്ക് ഒരു വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ലീഗുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു സഖ്യത്തിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയുമോ? അത് ഈ പറഞ്ഞ നടക്കാത്ത കാര്യമൊന്നുമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം നിലവിൽ മുസ്ലിം ലീഗ് രൂപം മാറി നിൽക്കുന്ന ഒരു മുസ്ലിം ലീഗാണ്. കാരണം ഒരു 10-15 വർഷം മുമ്പുള്ള ലീഗല്ല. ഇപ്പോൾ അവർ മോർ ഓർ ലെസ് ഈ തീവ്രവാദ സംഘടനകളുടെ നിയന്ത്രണത്തിലായിപ്പോയി ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ മേലുള്ള നേതാക്കൾക്ക് പറ്റിയൊരു അപജയമാണ്. ഈ സാഹചര്യത്തിൽ BJPയായിട്ട് അലയൻസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്ന പോലെ ഞങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന പോലെ ആ രൂപത്തിൽ പെരുമാറിയാൽ ഒരു പക്ഷേ BJPയുമായിട്ട് ഒരു അലയൻസിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് ലീഗും കാണുന്നുണ്ടല്ലോ. മറ്റു പ്രദേശങ്ങളിൽ മുസ്ലിം ജനസമൂഹം NDAക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ നാളെ കേരളത്തിൽ മാറിക്കൂടായില്ല എന്ന് ബുദ്ധിയുള്ള ലീഗുകാർ ചിന്തിച്ചാൽ ഞങ്ങൾക്ക് ഇവരോടൊപ്പം ചേരാം എന്ന് ചിലപ്പോൾ ലീഗ് തീരുമാനിക്കും. മറ്റൊരർത്ഥത്തിൽ ഇരുവശത്തും ഒരിടത്ത് CPM ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് കോൺഗ്രസും ക്ഷയിക്കുന്നു. അപ്പോൾ രണ്ടുപേരും ക്ഷയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പുതിയൊരു സാധനം ഉദയം ചെയ്യുമല്ലോ. അതിന് സാധ്യത ഇപ്പം നിലവിൽ ആർക്കേ ഉള്ളൂ? BJPക്കേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരോട് ചേർന്ന് നിന്നാലേ നമുക്ക് രാഷ്ട്രീയമായ അസ്തിത്വം ഉള്ളൂ. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരമില്ലാതെ വെളിയിൽ നിൽക്കുകയാണ്, അണികളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേറൊരു മാർഗ്ഗമില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ലീഗ് അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 17.7% പോപ്പുലേഷനുള്ള ഒരു സംസ്ഥാനത്ത് MY ഫാക്ടർ വെച്ച് മത്സരിച്ച മഹാഗഠബന്ധൻ, അതായത് മുസ്ലിം യാദവ, ഈ 2 ജനവിഭാഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചാണ് മഹാഗഠബന്ധൻ രാഹുൽ ഗാന്ധി മത്സരിച്ചത്. ആ മത്സരത്തിൽ നിന്നും ഫലം വന്നപ്പോൾ അവർക്ക് കിട്ടിയത് ആകെ
35 സീറ്റുകളാണ് മൊത്തം. അതിൽ RJD കിട്ടിയത് 25 സീറ്റ്. RJD പിന്നെ MY ഫാക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താണ്. അവർ യാദവര പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. യാദവർ എൻ ബ്ലോക്കായിട്ട് മഹാഗഠബന്ധന് വോട്ട് ചെയ്യും എന്നവർ കരുതി. അതേപോലെ മുസ്ലിങ്ങളും. പക്ഷേ അതിലൊരു ചതി, ഈ കോൺഗ്രസും RJDയും മുസ്ലിങ്ങളും ചേരി ചതി പലരും ചർച്ച ചെയ്യപ്പെടാതെ പോയി. അതായത് പിന്നെ 18 സ്ഥാനാർത്ഥികൾക്ക് മാത്രമാണ് RJD സീറ്റ് കൊടുത്തത്, മുസ്ലിം സ്ഥാനാർത്ഥി. കോൺഗ്രസ് കൊടുത്തത് 10. അപ്പോൾ 148 സീറ്റുകളിൽ RJD മത്സരിച്ചപ്പോൾ മുസ്ലിമിന് കൊടുത്ത വെറും 18% സീറ്റുകളാണ്. അതുകൊണ്ടാണ് ഒവൈസി പ്രതിഷേധിച്ചത്. ഒവൈസി പറഞ്ഞത് നിങ്ങൾ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. മുഖ്യധാര പാർട്ടി എന്നുള്ള പേരിൽ മുസ്ലിങ്ങളെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നു, നാമമാത്രമായിട്ട് അവർക്ക് സീറ്റ് കൊടുക്കുകയും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ലീഗിൻ്റെ വോട്ട് വാങ്ങി മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി നിങ്ങൾ ജയിക്കുകയും ചെയ്യുകയും പിന്നീട് തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇനി ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒവൈസി അവിടെ നടത്തിയിരുന്നു. ഒവൈസിയുടെ പാർട്ടി 5 സീറ്റ് അവിടെ ജയിച്ചു. 5 സീറ്റ് ഒവൈസിയുടെ പാർട്ടിക്ക് ബീഹാർ സമൂഹം കിട്ടി. ഇതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാര്യം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അത് ഇടതനായാലും ശരി വലതനായാലും ശരി. നിങ്ങളെ സംരക്ഷിക്കാം, ഞങ്ങൾ മതേതരത്വം കാത്തു സൂക്ഷിക്കാം എന്നുള്ള ഈ പൊളിഞ്ഞ ന്യായം നിരന്തരമായി രംഗത്തിറക്കി. BJP വലിയ വർഗീയ പാർട്ടിയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാം കൂടെ ഇവിടെ നേരെ വെട്ടിയും പ്രമാണം എടുത്ത് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ പറഞ്ഞു വിടും എന്നൊക്കെ ഉള്ള കുപ്രചരണങ്ങൾ നടത്തി മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ഭീതിയാണ് ഇവർ മുതലെടുക്കുന്നത്. ഇനിയെങ്കിലും മുസ്ലിങ്ങളത് മനസ്സിലാക്കണം. കാര്യം നിങ്ങളെ ചൂഷണം ചെയ്യണവർ ചെയ്യുകയും ചെയ്യുന്നത്. ഈ ചൂഷണം ചെയ്തിട്ട് അവരാണ് നന്നാവുന്നത്. ആ പാർട്ടിയും ആ പാർട്ടിയെ ചേർന്ന് നിൽക്കുന്നവരും നന്നാവുന്നത്. ഒരിക്കലും മുസ്ലിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവുന്നില്ല എന്ന് ഒവൈസിക്ക് തിരിച്ചറിവുണ്ടായി, ബീഹാറിലെ മുസ്ലിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി. നമ്മൾ പറയാറുണ്ടല്ലോ, ബീഹാറിൽ വിവരമില്ലാത്തവരാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവർക്ക് മനസ്സിലായി. പക്ഷേ പ്രബുദ്ധരായ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ലെന്നാണ് പ്രധാനപ്പെട്ട. പൗരത്വ ഭേദഗതി ബില്ല് വന്ന സമയത്തും മുസ്ലിം വിഭാഗത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നത് ഇവിടുത്തെ CPM-കാർക്കായിരുന്നു. അതെ 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 തീർച്ചയായിട്ടും. അല്ല, അതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇവരെ ഒരു വോട്ട് ബാങ്ക് എന്ന് സങ്കല്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ വോട്ട് ബാങ്ക് എന്നുള്ള ചീത്തപ്പേരെന്ന് എന്ന് മുസ്ലിം സമുദായം വെളി വരുമോ അന്നേ അവർക്ക് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രാധാന്യം കിട്ടത്തുള്ളൂ. നിങ്ങളൊരു പർട്ടിക്കുലർ പാർട്ടിയുടെ വോട്ട് ബാങ്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിരിക്കും നിങ്ങളവർ സമീപിക്കുന്നത്. മറ്റു കാര്യങ്ങളിൽ ഒരിക്കലും നിങ്ങളവർ അംഗീകരിക്കുകയോ നിങ്ങളുടെ ഒപ്പം നിൽക്കുകയോ ചെയ്യില്ല. നാളെ വോട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വിട്ടുകളയും. ഇപ്പോൾ CPM-ൻ്റെ കാര്യം എടുക്കുക. ഇപ്പോൾ CPM ലീഗിനെ വിട്ടല്ലോ, മുസ്ലിമിനെ വിട്ടല്ലോ. ഇപ്പോൾ ഹിന്ദുക്കളുടെ പറയല്ലേ ശബരിമലയിലെ മറ്റേ സംഗമം, അതുപോലെ തന്നെ സുകുമാരനാരുമായിട്ട് അടുപ്പം, വെള്ളാപ്പള്ളിയുടെ അടുപ്പം. അപ്പോൾ ഇനിയിപ്പോൾ മറ്റേ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് ഇനി ഹിന്ദുക്കളോടൊപ്പം നിൽക്കാം എന്നാണ് ഇപ്പോൾ CPM കരുതുന്നത്. അപ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്താ കരുതുന്നത്? ശരി, അവർ ഹിന്ദുക്കളോടെ പോയില്ല, നമുക്ക് ആരുടെ പോവാം, മുസ്ലിങ്ങളുടെ കൂടെ പോകാമെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നു. ഇങ്ങനെ ഈ വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ചുള്ള ഒരു രാഷ്ട്രീയം രാജ്യത്തിന് അപകടമാണ്, ജനാധിപത്യത്തിന് തന്നെ അപകടമാണ്. നിങ്ങളേതെങ്കിലും പ്രത്യേക വിഭാഗത്തെ സംതൃപ്തിപ്പെടുത്താനോ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയോ ആണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് ഹിതമായതെന്നാണ്. രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടോ പ്രവർത്തിക്കേണ്ടവരല്ല എന്നുള്ളതാണ്. ഈ സത്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളാണ്. അതവർക്ക് മനസ്സിലായില്ല എങ്കിൽ ഇനിയും അവർ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നോക്ക അവസ്ഥയിൽ തന്നെ നിൽക്കും. രാജ്യത്തെ മറ്റു ഭാഗങ്ങളിലെ മുസ്ലിങ്ങൾക്ക് അത് തിരിച്ചറിവുണ്ടായി. കേരളത്തിലെ മുസ്ലിങ്ങളെ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള വികസനം അവർക്കും ഉണ്ടാവും. അങ്ങ് സൂചിപ്പിച്ച പോലുള്ള ഒരു അലയൻസ് ഭാവിയിൽ നമുക്ക് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയമാണ് എന്ത് സംഭവിക്കാം. അല്ലെ, ബീഹാറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇത്തരത്തില് അതെ ലീഗിന്റെ കോട്ടകളിൽ, അതായത് മുസ്ലിം വിഭാഗത്തിന്റെ കോട്ടകളിലേക്ക് BJP-യുടെ കടന്നുകയറ്റം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് കൂടി ഒരു ചൂണ്ടുപലകയായി മാറാൻ. അല്ല, ഉറപ്പായിട്ട് മാറും. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾ, മുസ്ലിം വിഭാഗത്തിലെ സ്ത്രീകൾ അവർ വോട്ട് ചെയ്തത് കൂടുതലും ഈ പറഞ്ഞതുപോലെ NDAക്കാണ്. ചിലപ്പോൾ ഒരുപക്ഷെ പുരുഷന്മാർ ഇവർ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്തിരിക്കാം. പക്ഷേ സ്ത്രീകൾ വോട്ട് ചെയ്തത് NDAക്കും അതിലെ ഘടകകക്ഷികൾക്കാണ്. കാരണം എന്താ, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ അവിടുത്തെ സർക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. അവരോടൊപ്പം നിൽക്കാം. അവർക്ക് ആജീവിക പ്രഖ്യാപിച്ചു. അവർക്ക് 10,000 രൂപ എന്തെങ്കിലും സ്വയം തൊഴിൽ ജീവിക്കാനായിട്ട് സാധനം കൊടുത്തു. പെൺകുട്ടികൾക്ക് സൈക്കിൾ കൊടുത്തു. ഇതൊന്നും മതം നോക്കിയല്ല അവിടെ കൊടുത്തത്. എല്ലാ വിഭാഗത്തിനും കൊടുത്തു. ഹിന്ദുക്കൾക്ക് മാത്രം കൊടുത്തതല്ല, ബീഹാറിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടി. അപ്പോൾ ആ തിരിച്ചറിവ് മുസ്ലിം സ്ത്രീകളിലുണ്ടായി. ആ 10% സ്ത്രീകളുടെ വോട്ട് കൂടുതലാണ് ബീഹാറിൽ. വോട്ടിംഗ് പെർസെൻറ്റേജ് അവസാനം വിളിയുന്ന പുരുഷന്മാരെക്കാൾ 10% കൂടുതലാണ്. ഏതാണ്ട് നമ്മളതിനെ വോട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 5 ലക്ഷത്തോളം വോട്ട് സ്ത്രീകൾ കൂടുതൽ ചെയ്തു പുരുഷന്മാർ. ആ വോട്ടാണ് ഈ 202 സീറ്റിലേക്ക് NDA കൊണ്ടെത്തിച്ചത്.
കേരളത്തിലെ മുസ്ലിം സ്ത്രീകളിലും ഈ പറഞ്ഞ പോലെ അവർക്കും വിവേകമുണ്ട്, അവർക്കും തിരിച്ചറിവുണ്ട്. സ്വാഭാവികമായിട്ടും വരും തെരഞ്ഞെടുപ്പെല്ലാം അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിക്കൂടുകയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.